ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അങ്ങനെ ഉച്ചക്കേലേക്ക് വേണ്ടിയിട്ട് മുട്ടക്കറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടി കുറച്ച് തക്കാളിയൊക്കെ ഒന്ന് അടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതന്നെ നല്ല ഗ്രേവി ആയിട്ട് തന്നെ കിട്ടി. പിന്നെ ഉപ്പേരിയായിട്ട് പരിപ്പും ഒലത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം സാമ്പാർ പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പും അതുപോലെ തന്നെ ഉലുവയും പിന്നെ നമ്മുടെ മുളകും കായവും ഉലുവയും കൂടെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം സെപ്പറേറ്റ് ഇട്ടിട്ടാട്ടോ വറുക്കുന്നത്, ഒരുമിച്ചല്ല. ആദ്യം പരിപ്പ് വറുത്ത് വെക്കും, അതിന് ശേഷം നമ്മുടെ കായം പിന്നെ ഉലുവ ഉഴുന്ന് മുളക് പിന്നെ വേപ്പിലയും കൂടെ വേണം കേട്ടോ. അതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ വേപ്പിലയുടെ അടപ്പത്തിട്ടിട്ടുള്ളൂ. ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ വഴറ്റിയല്ല കേട്ടോ, വറുത്തെടുക്കണം. അങ്ങനെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ പൊടിക്കണം കേട്ടോ. അപ്പം നമ്മുടെ 2 മുളകും അതുപോലെ തന്നെ മല്ലിയും മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് മുഴുവൻ മല്ലി നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് പകരം 2 മുളക് ചേർക്കുന്നതെന്ന് വെച്ചാൽ മുളക് പൊടിയും നമ്മളിവിടെ പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ പൊടി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും ഒരു 2 മുളക് വറുത്ത് കിട്ടുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ കായവും ഉഴുന്നും അതുപോലെ തന്നെ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അത് സെപ്പറേറ്റ് പൊടിച്ചെടുക്കാം. അതിന് ശേഷം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇത് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പും എല്ലാം കൂടെ പൊടിച്ച് നല്ലപോലെ സോഫ്റ്റ് ആവണം കേട്ടോ. തരിയൊന്നും പാടില്ല. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചത് കാരണമാണ് നമ്മൾ മുഴുവൻ മല്ലി ചേർക്കാത്തത്. അപ്പോൾ അതേ നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. നമ്മുടെ വീട്ടിൽ പൊടി ഉള്ളത് കാരണം നമ്മൾ പിന്നെ അത് പൊടിച്ച് പിന്നെയും സോഫ്റ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ജസ്റ്റ് അതൊന്ന് നല്ലപോലെ മിക്സ് ആവാനായിട്ട് കുറച്ച് നമ്മൾ ആദ്യം പൊടിച്ച പൊടിയുടെ കൂടെ ഇതും കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുത്താൽ നല്ലപോലെ മിക്സായി കിട്ടും. അതിന് ശേഷം എല്ലാതും കൂടെ ഒന്ന് ഇളക്കി കൂട്ടിയേ കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്. നമ്മളിങ്ങനെ പാക്കറ്റ് പൊടിയൊക്കെ മേടിക്കാനേക്കാളും നല്ലതാണല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ പൊടിച്ചുണ്ടാക്കുന്നത്. അങ്ങനെ ഇതുപോലെ നല്ലൊരു ഉണങ്ങിയ ടിന്നിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടവർക്ക് അവിടെ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ പുറത്ത് സൂക്ഷിക്കേണ്ടവർക്ക് അങ്ങനെയും സൂക്ഷിക്കാം കേട്ടോ. അങ്ങനെ സാമ്പാർ പൊടി ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ അല്ലെങ്കിൽ അരച്ചാണ് വെക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ വീട്ടിൽ സാമ്പാർ പൊടി യൂസ് ചെയ്യാറില്ല പുറത്തുനിന്നുള്ളത്, നമ്മൾ അരച്ചാണ് വെക്കുന്നത് സാമ്പാറൊക്കെ. അപ്പോൾ അതാണ് ഇങ്ങനെ പൊടി കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ രാവിലെയൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിൽ തന്നെ ഇങ്ങനെ പൊടിച്ച് വെക്കുന്നത്. അങ്ങനെ ഒരു ഏകദേശം ഒരു 3/4 ടീനോളം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ടീൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു 3/4 ടീനൊക്കെ മതി, ഇനി കുറേ നാളിരിക്കുമ്പോൾ ഇനി കേടായാലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പക്ഷേ നല്ല തന്നെ ഇരുന്നു കേട്ടോ നമ്മുടെ പൊടി, കുറേ നാൾ ഇതിന് മുമ്പ് പൊടിച്ചതൊക്കെ. അങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പുറത്താകെ പുല്ലൊക്കെ കാട് പിടിച്ച് കിടക്കാം കേട്ടോ, കൊള്ളീര ഭാഗത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വെട്ടോത്തി അല്ലെങ്കിൽ മൂർച്ച ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് മൂർച്ച കൂട്ടാനായിട്ട് ഒരാളിങ്ങനെ വഴി കൂടെ നടക്കുന്ന കണ്ടപ്പോൾ അയാളെ കൊണ്ട് മൂർച്ച കൂട്ടിപ്പിച്ചു. നമ്മുടെ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ കത്തി മുറിച്ച് കൂട്ടാൻ അതുപോലെ തന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ നടക്കും. അപ്പോൾ അതാണ് മൂർച്ച കൂട്ടിയ സ്ഥിതിക്ക് അമ്മതേ ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് വെട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് കത്തിച്ചാൽ മതി ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ. മഴ കാരണമാണെന്ന് തോന്നുന്നുണ്ട് പുല്ലൊക്കെ ആകപ്പാടെ വലുതായി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ ചെറിയ ചെറിയ വിത്തുകളൊക്കെ വീണ്ടും നമ്മുടെ കക്കപ്പൂവൊക്കെ മുളച്ച് വരുന്നുണ്ട്. ഊരോത്താണ് കേട്ടോ ഇവിടെ മൊത്തം. പിന്നെ നമ്മുടെ കൊള്ളിക്കിഴങ്ങിൻ്റെ ആ ഭാഗത്തുമാണ്. ഇവിടെയൊക്കെ കൊള്ളി നടാൻ വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ആകപ്പാടെ പുല്ലൊക്കെ നിറഞ്ഞു. പിന്നെ തുരപ്പനൊക്കെ വരുന്നുണ്ട്. അത് കാരണം നമ്മൾ കൊള്ളി ഒന്ന് പറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കൊള്ളി നമ്മൾ കറക്റ്റ് സമയത്ത് പറിച്ചില്ലെങ്കിൽ അതാകെ മരമായി പോവും. അപ്പോൾ ഉണ്ടായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കുറേയൊക്കെ പെരിച്ചാഴിയും അതുപോലെ തന്നെ ഇതൊക്കെ കഴിച്ച് വീഴുന്നുണ്ട് കൊള്ളിയൊക്കെ കേടായിട്ട്. അപ്പോൾ എന്തായാലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ ഞങ്ങൾ പറമ്പിലേക്ക്. അപ്പോൾ ഇതൊക്കെ നട്ടിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഉണ്ടാവുന്ന സമയമാവുന്നുള്ളൂ. നല്ല വലിയ കിഴങ്ങുണ്ടെങ്കിൽ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തുരന്ന് നോക്കുന്നതാണ് കേട്ടോ. വലുത് കാണണമെങ്കിൽ മാത്രം വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നേരത്തെ പറിച്ചാൽ വന്ന ഒരു കുഞ്ഞ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇത് അത്യാവശ്യം ഉണ്ടായി വരുന്നേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. ഒക്കെ പെരിച്ചാഴി സാധനങ്ങളൊക്കെ വന്ന് തിന്നും. അങ്ങനെ ഇതും ഒരു അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ കിട്ടി. പിന്നെ നേരെ നമുക്ക് പുഴുങ്ങാനുള്ളത് കിട്ടിയില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതായാലും അമ്മ ബജ്ജി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തൊള്ളവടയാട്ടം ഉണ്ടാക്കുന്നത്. തൊള്ളവട ഏകദേശമൊക്കെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പോഞ്ചായിട്ട് തന്നെ കിട്ടിയിട്ടോ. കുറച്ച് നേരം ഒന്ന് മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ
നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ, പുറത്തുനിന്നൊന്നും മേടിക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ സ്ഥിരമൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ, ഇങ്ങനെ വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരു 2 ദിവസമൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കും, പിന്നെ ഉണ്ടാവില്ല, പിന്നെ അടുത്ത കൊല്ലമായിരിക്കും ഉണ്ടാക്കുന്നത്. പിന്നെ കായ ബജിയും മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുട്ട ബജി ഉണ്ടാക്കുന്നില്ല, കായ ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന്. അങ്ങനെ നമ്മുടെ ഇതൊക്കെ ഒന്ന് വറുത്ത് കോരാട്ടോ. നമ്മൾ സിമ്മിലിട്ടിട്ട് വേണ്ട വറുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ മൊരിയും. അപ്പോൾ അത് തന്നെ സിമ്മിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. ഇതുപോലെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട് വേണം മൊരിച്ചെടുക്കുക. ഇത് നമ്മുടെ കായ ബജിയാണ്, ലാസ്റ്റായി തുടങ്ങി ഉണ്ടാക്കിയപ്പോൾ. ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചിട്ടിട്ടാട്ടോ ഇപ്രാവശ്യം കായ ബജി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് തുടങ്ങി ഉണ്ടാക്കി, അപ്പോൾ അത് തന്നെ ഉള്ള വെളിച്ചെണ്ണയിൽ ഇതാ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇട്ടിട്ട് മൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.